ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് തക്കാളി വെണ്ടയ്ക്ക ചാറ് വെക്കാൻ വേണ്ടിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലോട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ച വെണ്ടയ്ക്ക ഇടുക. ശകലം മുളക് പൊടി ഇട്ട് അത് നല്ലപോലെ വഴട്ടിയെടുക്കുക. കൈവിടാതെ നല്ലതുപോലെ ഒന്ന് വഴട്ടി എടുക്കണം. ഭയങ്കരമായിട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട, അത്യാവശ്യം ഒന്ന് വറുത്തെടുക്കുക. കളറ് മാറാൻ തുടങ്ങി. അത് ശകലം കൂടായി കഴിയുമ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ കുറച്ച് ഉലുവ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഉലുവയും പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില അതിലോട്ടിടുക. കറിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതച്ചതിടാം. അരിഞ്ഞാണേലും ഇടാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്നുകൂടെ വഴട്ടിയെടുക്കുക. നല്ലതുപോലെ അതൊന്ന് കൈവിടാതെ വഴട്ടുക. ഒത്തിരി മൂക്കണ്ട, സാധാ പോലെ തന്നെ. അതിലോട്ട് ശകല സവോള അരിഞ്ഞത്, ഒരു സവോള അത് മതി, അതുകൊണ്ട് ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് വഴട്ടിയെടുക്കുക. അതിന് കൊടുത്ത് പച്ചമുളകും കൂടെ ഇടണം. ഇതെല്ലാം അതും കൂടെ വഴട്ടി ശകലം പെട്ടെന്നൊന്ന് വഴലാൻ വേണ്ടി ശകലം ഉപ്പ് കൂടെ നമുക്കിട്ട് കൊടുക്കാം. അതൊന്നിട്ട് നല്ലതുപോലെ കൈവിടാതെ വഴട്ടി നല്ലപോലെ ഉള്ളിയെല്ലാം നല്ല വഴണ്ട് വരണം. ഇപ്പോൾ ആ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം കറിവേപ്പിലയുടെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അത് നല്ലതുപോലെ വഴട്ടിയെടുക്കണം. വഴട്ടിയെടുക്കുന്നതിനകത്തോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചൊരു ആ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം. തക്കാളി നല്ലതുപോലെ അതിൻ്റെ കൂടെ നല്ല വഴട്ടിയെടുക്കുക. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തക്കാളി ഒരുവിധം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിന് അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വാളൻപുളി വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. എനിക്ക് പുളി ഇഷ്ടമില്ലാത്തത് കൊണ്ട്, വീട്ടിലാരും കൂട്ടാത്തത് കൊണ്ട് ഒഴിക്കത്തില്ല. അതുകൊണ്ട് സാധാ പച്ചവെള്ളം ഒഴിച്ചു. അതും ഒന്ന് നല്ലപോലെ ആയി വരുമ്പോഴത്തേക്കിന് നമുക്ക് മാറ്റി വെച്ച തക്കാളി വെണ്ടയ്ക്ക അതിലോട്ടിട്ട് കൊടുക്കാം. ആ വെണ്ടയ്ക്കായി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നമുക്ക് നല്ലപോലെ ഒന്ന് വെട്ടിത്തിളയ്ക്കണം. അതെ, ഓക്കെ. ഇനി നമുക്ക് ശകലം കറിവേപ്പിലയുടെ ആവശ്യമുണ്ട്. അത് നമുക്ക് പറിച്ചിട്ട് വരാം. കറിവേപ്പിലയും കൂടി ഇടുമ്പോഴത്തേക്കിന് അതിന് നല്ലൊരു സ്മെല്ലും വരും, നല്ല ടേസ്റ്റ് വേണം. ഇനി ഈ വെട്ടിത്തിളയ്ക്കുന്നതിൻ്റെ അകത്തോട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ശകലം നേരം കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. അങ്ങനെ തിളച്ച് വറ്റി വഴണ്ട് നല്ല കുഴമ്പ് രൂപത്തിൽ നമ്മുടെ തക്കാളി